കൊറേ പറിച്ച് ഇത് ഫുള്ള് ഇങ്ങനെ താമര ഇതൊരു ഒരു മുട്ടിട്ടിട്ടുണ്ട് താമര ആടെ വിടർന്നിട്ടുണ്ട്. ഇനി അനധികൃതമായി കേറി വന്നല്ല. എന്നാ കുറച്ചും കൂടി ഗ്രാമപ്രദേശത്ത് പോയാൽ നല്ല രസമാണ് അല്ലേ? പക്ഷെ ബത്തേരി ബസ് മറ്റേ KSRTC ഡിപ്പോന്ന അവിടെ എത്തോറിയില്ല ആ സമയത്ത്. ഇത് പൊട്ടൂടെ ഇല്ല, വീണാന്ന് വീണാ പോയാൽ അങ്ങനെ ആവും. സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു മനോഹരമായ സ്ഥലത്താണ്. കാണിച്ചെടുത്ത് ആടെ ഒരു ലേക്ക് അല്ലേ? ലേക്ക് തന്നെ അതെ. ഓ, പശുക്കൾ, ആടുകൾ പുല്ല് തിന്നു. ഓ, ഫോറസ്റ്റ് ഏരിയ ആണ്. ഫോറസ്റ്റ് അപ്പുറത്ത് ബോർഡർ ഉണ്ട്. സെറ്റ് സ്ഥലം. ഇവിടത്തേക്ക് ഇനി വരുന്നത് അല്ലേ? ഒരു ഹിഡൻ സ്പോട്ടാണ് ശരിക്കും. ഇതിന്റെ പേര് പച്ചടി അങ്ങനെ പറയുന്നതാ. പച്ചടി വാലി. അതായത് ഈ സ്ഥലത്തിന്റെ പേര് പച്ചടി വാലി. ഇത് വടക്കനാട് എന്ന് പറയും. ഇങ്ങോട്ട് വരല. ഇത് ശരിക്കും ഒരു ഹിഡൻ സ്പോട്ട് കണക്കാണല്ലേ? അധികാരം വരലില്ല. നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒന്നാമത് നമുക്ക് വയനാട്ടിൽ ഒരു വണ്ടി ഇല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അല്ലെ, ഒന്നാമത് എല്ലാ സ്ഥലത്തേക്കും ബസ് ഉണ്ടാവില്ല. ജീപ്പിലെല്ലാം വേണം പോവാൻ. ഒരു ബഡ്ജറ്റ് നോക്കി ട്രിപ്പ് വരുന്നവര് ജീപ്പൊന്നും പ്രാക്ടിക്കൽ അല്ല. 600 വാങ്ങും ഒരാൾക്ക്. ഇവിടെ ഇതാവുമ്പോ നേരെ നമുക്ക് ബസ്സിന് വരാം. കുറച്ചൊരു 500 മീറ്റർ നടന്നാൽ ഇവിടെ എത്തും. ഇവിടുന്ന് ഒരു അമ്പലമുണ്ട്, വടക്കനാട് ടെമ്പിൾ എന്ന് പറഞ്ഞ ഫേമസ്. ഇങ്ങോട്ട് വരേണ്ടത് ഇവിടുന്ന് സുൽത്താൻ ബത്തേരി പഴയ സ്റ്റാൻഡിന് ഒരു ഗോവിന്ദ് എന്ന് പറഞ്ഞ ബസ്സിലാണ്. 2 ബസ്സാ ഇങ്ങോട്ടില്ലേ? അരമണിക്കൂർ കൂടും ബസ് ഉണ്ട്. ഇത് ബോർഡ് എടുത്തേക്കാണ്. വടക്കനാട് ഉണ്ടാവും. വടക്കനാട് ബസ് കയറിയിട്ട് വടക്കനാട് സ്റ്റോപ്പ് തന്നെ. വടക്കനാട് അത് വടക്കനാട് നമ്മൾ ഇറങ്ങിയ സ്ഥലം. വടക്കനാട് കഴിഞ്ഞാൽ മതി. ഒരു കള്ളി ഷാപ്പ് ഉണ്ടാവും. ടിക്കറ്റിന് ഇങ്ങോട്ട് ശരിക്കും 18 ഒരാൾക്ക്. പക്ഷെ അയാൾ ചില്ലറില്ലാത്തോണ്ടാന്നു 20. നല്ല കിടല സ്ഥലല്ലേ? ഈ മരത്തിന്റെ പേരുന്നുണ്ടാവില്ലേ? ഇത് മറ്റേ അറിയില്ല അതല്ലേ? എന്തോ അല്ലേ? അതെ മറ്റേ അത് തന്നെ. ഇത് ഹിമാലയത്തിൽ അതൊന്നല്ല. അറിയില്ല. അറിയുന്നവര് കമന്റ് ചെയ്യാല്ലേ? തിരിച്ച് താഴെ നല്ല രസമുണ്ടല്ലേ കാണാൻ? നോക്കിയാ താഴത്തായിട്ട് സംഭവം. 10 മണിക്കാണ് സ്റ്റാൻഡ് ബസ് കേട്ടോ. 10 മണിക്ക് ബസ്സുണ്ട്. നേരത്തെ വരുന്നതായിരിക്കും നല്ല. ഓ, പക്ഷെ ഇതല്ല വഴി. വന്ന് പിടിക്കോടേ. ഇവിടെ ഇതുണ്ട് കേട്ടോ. ഇവിടെ ഇത് പുലിയും കടുവലുണ്ടേ. ഫോറസ്റ്റ് ഏരിയ അല്ലേ? ആനയും. പക്ഷെ ഇവിടെ നമ്മ സേഫ് ആയിട്ട് നിക്കുന്ന കാരണം കുറെ ആടുകളുണ്ട് അല്ലെ? ഇവിടെ പശുവുണ്ട്. അവരെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മളെ ആക്രമിക്കുന്നുണ്ട് അല്ലേ? ഫോറസ്റ്റ് അടുത്തുള്ളൊരു ഏരിയ. എനക്ക് തോന്നുന്നു ഈ ഭാഗമല്ല, ആ ഭാഗമാണ് ഫോറസ്റ്റിന്റെ ഏരിയ. ആടെയാണ് മറ്റേ ബോർഡറില്. ഓ, വെള്ളം പോകുന്ന ചെറിയ തോട്. മറ്റേ ബ്യൂട്ടിഫുൾ. അവിടെ വീടെല്ലാം ഉണ്ട് അങ്ങാടാ. കാണിച്ചു തരാം. അവിടെ ഒരു വീട് പോലെ എന്തോണ്ട്. സെറ്റ് പാലത്തിൽ കടന്നപ്പുറത്ത് ഇതിരാ വീഴുന്ന വീഡിയോ ഇട്ടാൻ വേണ്ടിട്ടാ. ഇത് പൊട്ടൂടെ? ഇല്ല, വീണാ പോയാൽ അങ്ങനെ ആവും. ഒന്നും ആവില്ലല്ലോ. ഇത്രയില്ല ഇതിനാ പേടി. ഇതൊന്നും വാൽമാക്രിയ? ഇത്രയും വലിയ വാൽമാക്രിയ? അത് എന്നാ ഇവൻ കളിക്കുന്നു. ഞാൻ എടുക്കൂലേ വീഡിയോ. അത് ഏത് വാൽമാക്രി? ഇതാ വള്ളത്തിനുള്ളില് മീൻ തന്നെ. അത് എന്തോ മീനല്ലേ? അല്ലേ? അല്ല, വാൽമാക്രി ഞാൻ കാണിക്കില്ലേ? ഇത്രയും വലുതല്ലാവോ? അതൊക്കെ അറിയില്ല. ഫോറസ്റ്റിലെ വാൽമാക്രി ആണെങ്കിലോ അത് കൂട്ടത്തോടെ എടുക്കണല്ലേ? വാൽമാക്രീന് അല്ലേ? അങ്ങനെ നോക്കിയല്ലേ? വാൽമാക്രി പറയുമ്പോ തിരിയോ ആൾക്കാർക്ക്? തവളയുടെ കുഞ്ഞ്, അതിനെ വാൽമാക്രി നമ്മളെ നാട്ടിൽ പറയും. തിരിയൂല, അങ്ങനെയല്ല സത്യം പറയില്ലേ? അതെയാ? ഏതല്ലേ ആളെ? മറ്റേ ഇതെല്ലാം ഉണ്ട്, താമരയിലുണ്ട്. വാ, പക്ഷെ ഇവിടെ എപ്പം താമരയുള്ള സ്ഥലമാണല്ലോ. അത് പറയോ? അതെ. കഴിഞ്ഞിട്ടത് ഇപ്പൊ അല്ല, ഞാൻ ആടുന്നേ പറഞ്ഞേ. ഇവ എന്തിനാ ഞാൻ അടിച്ചിരുന്നില്ല. ഇപ്പൊ വെറുതെ നോക്കുമ്പോ താമര ഇത് ആടുന്നേ കാണുന്നില്ല. ഇത് താമരല്ലോ. പക്ഷെ ഇത് ഇങ്ങനെ കൊറേ പറിച്ച് ഇത് ഫുള്ള് ഇങ്ങനെ താമര. ഇതൊരു മുട്ടിട്ടിട്ടുണ്ട് താമര. ആടെ വിടർന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇവിടെ മൊത്തം റീലെല്ലാം ഫേമസ് ആയ സ്ഥലമാണ്. പക്ഷെ ആരും ഇങ്ങോട്ട് വരാനില്ലേ? ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇങ്ങോട്ട് വരുന്ന ഒരു വീഡിയോ.
ഞാൻ ഇതുവരെ താമര തൊട്ടിട്ടൊന്നുമില്ല. അതിന്റെ ഇടക്ക് ചളിയാണ്, ഇതിന്റെ ഇടക്ക് കീയാൻ വെള്ളം പ്രത്യേകം പറഞ്ഞു. ആരും ഇതിനുള്ളിലേക്കൊന്നും കീയാൻ പാടില്ല, ചളിയാണ്, ചതപ്പായിരിക്കും, താന്നു പോകും. കാണുമ്പോ നല്ല രസം ഉണ്ടാവും, പക്ഷെ കീഞ്ഞാ പണി മോളെ. ഓ കാറ്റ് കാറ്റ് വലിയ ഗ്രൗണ്ട് എല്ലാം പോലെ അല്ലേ നമുക്ക്, ഫുള്ള് പച്ചപ്പ് വിരിച്ച പരവതാനിയ. അധികം ദൂരമില്ല ടൗണിന്ന്. ഏത് കൃഷിയല്ല ഇതിന്റെ എന്നാ കുറച്ചും കൂടി ഗ്രാമപ്രദേശത്ത് പോയാൽ നല്ല രസമാണ്, പക്ഷെ കുറച്ച് നടക്കാൻ. അപ്പുറത്തുണ്ട് വാഴത്തോട്ടല്ലേ, നമ്മളിപ്പോ വരുന്ന വാഴത്തോട്ടം, കവുങ്ങ്, അങ്ങനത്തെ സംഭവം എല്ലാം അടിയില്ലേ. നല്ല സിനിമയെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ. മറ്റേ ഈയല്ലേ ഇത് ഇതാ മറ്റേ അടിയുടെ സിനിമ ഇത് മറന്നു. കൊള്ളാം. ഏത് സ്ഥലത്ത് നോക്കിയാലും നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തോന്നല്ലേ. അങ്ങനത്തെ ഒരു പച്ചപ്പും ഹരിതാപകരും. അത് സിനിമയില് മറ്റേ ഇത് ലിജോ ജോസ് പരളിശ്ശേരിയുടെ അസിസ്റ്റന്റ് ഡയറക്ട് ചെയ്ത ഒരു പാടില്ലേ, അറിയില്ല. ഉത്സവത്തിന് അടിയാക്കുന്നേ അജഗജാന്തരം. അതേപോലെയല്ല, ഒരു സൈഡേ ഇല്ലു പാടം, പക്ഷെ ആ പാടത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് അമ്പലമുണ്ട്. അമ്പലത്തിന് എന്തെങ്കിലും ഐതിഹ്യമുണ്ട്. പോവാ, ബസ് അങ്ങോട്ട് പോയി. ഏത് ബസ്? ഒരു ബസ് ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട്, വേറൊരു ബസ് അങ്ങോട്ട് പോയി. ഇപ്പൊ തിരിച്ചെഴുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തിയിട്ടല്ലേ അതിൽ കയറി പോവാ. 12:10 വൈകുന്നേരേക്ക് കിടുന്ന ഒരു ബസ് ഉണ്ടല്ലേ, പക്ഷെ ബത്തേരി ബസ് മറ്റേ KSRTC ഡിപ്പോന്ന അവിടെ എത്തോറിയില്ല ആ സമയത്ത് അല്ലേ. അതാവുമ്പോ നേരെ പയ്യന്നൂരേക്ക് കഴിയില്ലെങ്കിൽ പിന്നെ കണ്ണൂരേക്ക് ഇല്ലും. കണ്ണൂരിന്ന് വേണ്ടി വരും. അത് രാത്രിയിലാവുമ്പോ അല്ലേ, ഇവിടുന്ന് 4:30 അത് തിരിച്ച് വീട്ടിലേക്കും പോകണ്ടല്ലേ, ആര് കൂട്ടാൻ പറ്റും. 12 മണിക്ക് പോയാല് വണ്ടിയൊന്നും എടുത്തിട്ടാ തിരിച്ച് വരുമ്പോ ഇവന്റെ ഏട്ടനാണ് കൊണ്ടാക്കിയ. എന്നാ അങ്ങോട്ട് നമുക്ക് നീങ്ങാം, ചലിക്കാം, എടുക്കാം. പ്ലാസ്റ്റിക്കെല്ലാം കൊണ്ടൊന്നും തിരിച്ച് അതേപോലെ കൊണ്ടുവരാനില്ല ഉത്തരവാദിത്തം കാണിക്കും. മുടിയൻ എന്ത് തേങ്ങ നോർത്തി അങ്ങനെ ഓർത്തും കഴിക്കും. വേറെ എന്തെങ്കിലും പറയുന്നുണ്ട്, പറയണ്ടല്ലേ. ആ ഡിലീറ്റും ചെയ്തില്ല കമന്റ്. രസല്ലേ എന്ത് അതെന്താ അറിയാ, അത് ഏത് വീഡിയോ എന്ന് പറയാ, മറ്റേ ലക്കി ഭാസ്കറിന്റെ റിവ്യൂ. ശരിക്കും നമ്മളത് റിവ്യൂ അത് ഒരു എക്സ്പ്ലനേഷൻ തരാം, അടുത്ത റിവ്യൂവിൽ തരാം അല്ലേ. എക്സ്പ്ലനേഷൻ എന്നുള്ള രീതി ഇതൊന്നും ആരും കാണാം, ഇത് നമ്മളെ ആൾക്കാർ മാത്രം. ഞാൻ റിവ്യൂ അങ്ങനെ വിചാരിച്ചിട്ട് ഇട്ടത്, നമ്മളെ ആൾക്കാർ മാത്രമേ കാണൂ. നമ്മളെ ആൾക്കാർ അതൊരു ഇപ്പൊ 1.4K ആയിട്ട് എത്തിയിട്ടുണ്ട്. 1500 അല്ലെങ്കിൽ 100 ആളെ 200 ആളെ. അതെ, അതെല്ലാം അല്ലല്ല എന്നാലും അറിയുന്നവരെ മനസ്സിലാ, അങ്ങനെ കണക്ട് ചെയ്തില്ല ആൾക്കാരെ കാണല്ലോ. പക്ഷെ അതുകൊണ്ട് റീച്ചായി വീഡിയോ. നെഗറ്റീവ് ആണെങ്കിൽ ഫുള്ള് നെഗറ്റീവ് ആണ്. അങ്ങോട്ട് ശരിക്കും പയ്യന്നൂരിലും ടൂറിസം ഡെവലപ്പ് ആണല്ലേ. പയ്യന്നൂർ സ്ഥലമൊന്നുമില്ലല്ലോ. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യണം അല്ലേ. ശരിക്കും പയ്യന്നൂർ ടൂറിസ്റ്റ് ഒരു 20 കിലോമീറ്റർ ചുറ്റളവില്ലത് ഉണ്ട്. കായല് അങ്ങനത്തെ കൗവായലില്ലേ, കൗവായി ഉണ്ട്. ഒരു 20 കിലോമീറ്റർ ചുറ്റളവ് നോക്കിയാൽ കുറെ സ്ഥലമുണ്ട് പയ്യന്നൂരിൽ. നോക്കാം നമുക്ക്. പറയുമ്പോ ഫ്ലോ ചെയ്യുന്നു. എന്നാണ് കളിക്കുന്നത് നിരങ്ങ ചെരുപ്പ്. ക്രോസ് അങ്ങനെ നിരങ്ങാൻ പാടണ്ട. ക്രോസ് അല്ല അല്ലത് ക്രോക്സിന്റെ കോപ്പി. ക്രോക്സ് ഇത് വരുന്ന വഴി തന്നെ നമ്മ ഇനി അനധികൃതമായി കേറി വന്നല്ല. ഇവിടെ വേറെ ആൾക്കാരുണ്ട്. ഇത് വഴി തന്നെ ഇതാ പാലം കേറി പോവാ. ഇതാ കണ്ട, ഇതെല്ലാം വഴിയാണ്, നടപ്പാതെ ഇതെല്ലാം. ഇനിയിപ്പോ ഫോറസ്റ്റ് നമ്മളെ ഇനിയിപ്പോ അതും കൂടി വരാനില്ല. എവിടെ പോയാലും വല്ല പ്രശ്നം ഉണ്ടാവും. ഏത് ട്രിപ്പ് പക്ഷെ അതങ്ങനെ വീഡിയോയിൽ കാണിക്കില്ല അമ്മ. ഇല്ല, എന്തെങ്കിലും ഒരു കുഴപ്പമായിട്ടുണ്ടാവും.
ചിലപ്പോ കയ്യിൽ നിന്ന് ഫുള്ള് പൈസ പൊട്ടും, ചില വേറെന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇതിലങ്ങനെ ഒന്നാമത് വണ്ടിയൊന്നും ഇല്ല അല്ലെ ഫൈനൽ വിടണമെങ്കിൽ. അധികം വണ്ടി എടുത്ത് വരുമ്പോ ഈ പറയുന്നുണ്ടല്ലോ നിഗുണ്ടമായ പൈസ ഇങ്ങനെ ടെക്ക് നമ്മ ബഡ്ജറ്റിൽ പൊട്ടുന്ന ആ ഫൈനും കാര്യമില്ലായിരിക്കും. കൊടൈക്കനാൽ പോയത് ഓർമ്മയില്ലേ, ഒരാവശ്യമില്ലാണ്ട് ഫൈൻ അടിച്ചെന്ന്. ശരിക്കും കൊടൈക്കനാൽ ഭയങ്കര അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. വെറുതെ പോലീസുകാർ നമ്മളെ പിന്നെ എന്ത് പറഞ്ഞാലും നമ്മളെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഉണ്ടായിട്ടാണ്ട്. പക്ഷെ നമ്മ എന്റെ പരിവാഹനം കാണിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞ അത് പറ്റൂല, മറ്റു വണ്ടി എടുത്ത് പോകാനോ നോക്കി. നമുക്കറിയാം ഇത് സംഭവം കഴിക്കൂലെന്ന്. പക്ഷെ ആടുന്ന് അവര് വണ്ടി എടുത്ത് പോവാൻ വണ്ടി എടുത്ത് നമ്മളെ കൊടൈക്കനാൽ പോയത് കുറെ മുമ്പ് മറ്റേ ഗുണ കേവിനുള്ള ട്രെൻഡ് വന്നിട്ട് മഞ്ഞുമൽ ബോയ്സ്. അതേപോലെ ഊട്ടി പോയത് ഇത് മസനോടി ട്രെൻഡ് വന്ന ട്രെൻഡിനൊപ്പം. അടുത്ത ഏതാന്ന് നമ്മ അവിടെ പോവും. അടുത്താണെങ്കിൽ അല്ലേ, അങ്ങ് ഏറ്റവും ഹിമാലയയിലാണെങ്കിൽ ഇപ്പൊ ഹിമാലയ പോവല്ലേ അമ്മ. ശരിക്കും പയ്യന്നൂരിലും ഈ ടൂറിസം ഡെവലപ്പ് ആയാല് സിറ്റീസും ഡെവലപ്പ് ആകും. ഇപ്പൊ ആ KSRTC സ്റ്റാൻഡിൽ അങ്ങനത്തെ സ്റ്റേയും അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്പ് ആയത് ഇവിടെ ടൂറിസം ഇല്ലോണ്ടാണ്. അങ്ങനെ ഒരു എക്കണോമിക്കലി സിറ്റി വളരെങ്കിൽ ടൂറിസം ആണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ. ബികോം സ്റ്റുഡന്റ് അല്ലേ ബ്രോ? ആയിരുന്നു ഇരുന്നേ പഠിച്ചാണല്ലോ ആണല്ലേ. ഇത് ഇപ്പം വന്നു വണ്ടി വരുന്നുണ്ട്, ഓട്ടോ വരുന്നുണ്ട്. ചാണകം കേട്ടോ ബൈക്കെല്ലാം ഫോട്ടുമെല്ലാം ചാണകമുണ്ട്. പക്ഷെ ആനരെ ഫുട് പ്രിന്റ് ഒന്നും കണ്ടിട്ടല്ല. വെള്ളമില്ല സ്ഥലല്ലേ, വെള്ളം കുടിക്കാൻ പറഞ്ഞു ആനയല്ലോ. ആന ഇങ്ങോട്ടൊന്നും വരുന്നില്ല. എന്തേ ആടെ വേലിയെല്ലാം കെട്ടിട്ടുണ്ട് ബ്രോ. ചെറിയ അത് നമുക്ക് തന്നെ കിടക്കാൻ പറ്റും. പിന്നെ ആനൊക്കെ വിഷയം അങ്ങനെ സ്ഥലമായിരിക്കില്ല ശരിക്കും. ഇടാ മറ്റേ നമ്മ പന്നിയെല്ലാം രൂക്ഷമാണ് ഇടാ. മറ്റേ നമ്മ ബസ്സിൽ വരുമ്പോ തന്നെ എല്ലാവരും പറയുന്നുണ്ടായി സീന ബ്ലോക്ക് സീന എന്നാണ് 2 എണ്ണ ഉണ്ട് അല്ലേ. സീന ബ്ലോക്ക് അറിയില്ല. ഫോറസ്റ്റിന്റെ ബോർഡാണ് അതെന്തെങ്കിലും ഇങ്ങനെ ഇതായിരിക്കും, മാർക്കായിരിക്കും. ഇന്ന ഏരിയ എന്നെല്ലാം പറയുന്ന പോലെ. ഇതാ കണ്ട ഇവിടെ വേലി. അതാ ഇവിടെ ഇങ്ങോട്ടൊക്കെ കോൺക്രീറ്റ് റോഡാണ്. നമ്മ പോകുന്നത് ബസ് കയറാണ് കേട്ടോ. ബസ് സ്റ്റോപ്പ് കുറച്ച് അങ്ങോട്ടാണ്. ഇവിടെ നിർത്തായിരിക്കും. പക്ഷെ നിർത്തും. അതിപ്പം ആ സ്ഥലല്ലേ കൈയിട്ട് നിർത്തുകയും ചെയ്യും. ഈ ഗ്രാമപ്രദേശം ബസ്സിൽ ആൾക്കാരൊന്നും ഇല്ല. ആടെ ഒരു ടൗൺ വരെയല്ലോ. പിന്നെ ഇങ്ങോട്ടേക്കല്ലേ നമ്മ കുറച്ചാളെ ഉണ്ടായിട്ടു. നമ്മ കുറച്ചാളെ ഉണ്ടായിട്ടു ശരിയാണ്. ആടെ എന്തോ ഒരു കോളേജ് വന്നോണ്ട് അതിന്റെ ഒരു തിരക്കേ ഉണ്ടായിട്ടോ. ആദ്യം രാവിലെ അല്ലേ വന്നത് 10 മണിയാകുമ്പോ. പെരുന്നായിക്ക് അത് ടൗണിലൊന്നല്ല, ലേറ്റ് ആയിട്ട് കോളേജ് ടൗണിലാണ്. അത് പറയുന്നുണ്ടായിരുന്നു ഏതോ ഹിന്ദി ടീച്ചർ ക്ലാസ് ആവോണ്ട് കേറ്റുന്ന ഫുള്ള് ഗേൾസ് ഉണ്ടായിരുന്നു. ഫോൺ കോളേജ് ആയിരിക്കും. നമ്മ മുമ്പിൽ ഇരുന്നോണ്ട് നമ്മിപ്പോ അധികം വീഡിയോ എടുക്കുന്നോണ്ട് മുമ്പിൽ പോയിട്ട് ബാക്കിൽ ഇരിക്കില്ല. അങ്ങനെ പക്ഷെ ഇവിടെ നടക്കാനുള്ള ദിവസം ഉണ്ടല്ലേ. വെയിലുണ്ടെങ്കിലും ചൂടില്ല, തണുപ്പാണ്. രാത്രി തണുപ്പാണ്ടായതറിയോ? ഒന്നാമത് AC ഉണ്ടായത്. ആടുന്ന് തന്നെ പുറപ്പൊന്നും എടുക്കണ്ട വെച്ചിട്ട് നിൽക്കുമ്പോണ്ട് ഞാൻ എടുത്തിരുന്നില്ല. ഒരു 7 മണിയാകുമ്പോ ഞാൻ അറിഞ്ഞു. പിന്നെ കാല് നടക്കും. അതെ ഞാൻ ആടുന്ന് അതുവരെ പിന്നെ ഉറങ്ങി. പിന്നെ ഇതൊന്നുമില്ല, അറിയാണെന്നില്ല തണുപ്പുണ്ടോന്ന് അല്ലേ. ഫുള്ള് ഉറക്കാണ്ടേ. വലിയ ഉറക്കം ഓരോ സുഖം കിട്ടി കുഴപ്പമില്ല. അങ്ങനല്ല, ഞാൻ ആദ്യം പുറപ്പ് എടുക്കണ വെച്ചിട്ട് എപ്പായിരിക്കും മറ്റേ റെയിൽവേ സ്റ്റേഷനില് പുറപ്പന കണ്ടിട്ട് ഇപ്പൊ ന്യൂസ് വന്നിട്ടേ 1 മാസം കൂടുമ്പോ അലക്കൽ AC-യിലത്തെ. അതുകൊണ്ട് അത് പുറക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഒരു രക്ഷയില്ല. തണുപ്പ് ബാഗ് ഒന്നും എടുത്തിട്ട് അങ്ങനല്ലേ. എടുത്താൽ തന്നെ ഇപ്പൊ ഇതുപോലെ നടക്കുമ്പോ ബാഗും പിടിച്ച് നടക്കണം. നമുക്ക് അന്നാലും എറണാകുളം നമുക്ക് അവിടെ സ്റ്റേ ഉണ്ടായിട്ട് അവിടെ വെച്ചിട്ട് നമ്മ ആടുന്നല്ല എല്ലായിടത്തും. വയനാട് വരണല്ലേ ഇനി ഇത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഓരോ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൈവറ്റ് വണ്ടി ഉണ്ടെങ്കിൽ ശരിക്കും വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഏത് സ്ഥലത്തേക്ക് പോണെങ്കിലും. ഇന്നലെ മനസ്സിലായി. ഇന്നലെ രാത്രി കുത്തിരുന്ന് നോക്കി സ്ഥലം മൊത്തം. നമ്മ അടുത്ത അവരോട് ചോദിച്ചു എവിടെ പോവാൻ. അടക്കൽ കേവ് അല്ലേ പണ്ട് ഇവിടുന്ന് ട്രിപ്പ് വരുമ്പോ എല്ലാവരും അടക്കൽ കേവ് അല്ലേ പോലെ. അടുത്ത KSRTC അവരോടെല്ലാം ചോദിച്ചു. അവര് പറഞ്ഞു മറ്റേ അടക്കൽ കേവ് ആയാലും മറ്റൊന്ന് എന്തോ ജംഗിൾ സഫാരി. അത് 300 രൂപ ഒരാൾക്ക് വരുന്നത്. അതായത് വൈകുന്നേരം അല്ലേ, രാവിലെ അല്ല വൈകുന്നേരം 7 മണിക്ക്. വൈകുന്നേരം അത് നമ്മ ആളെ വെറുതെ ചാടിക്കാതിരിക്കുമ്പോൾ ആടെ ജംഗിൾ സഫാരിയുടെ ഒരു ബസ് പോകുന്നു. അപ്പൊ ഓർമ്മ വന്നേ അങ്ങനെ സംഭവം ഉണ്ടല്ലോ. രാവിലെ ആണെങ്കിൽ അതൊന്നത് ആഴ്ചയിൽ
25 പേര് വേണം ബസ്സിൽ, എന്നാലേ പോവും. അപ്പൊ ഒരാഴ്ചയില് വീക്കെൻഡ് ആകുമ്പോ വീക്കെൻഡിൽ ആൾക്കാരുണ്ടാവുന്ന പറഞ്ഞ. ഓൾറെഡി അത് വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്പർ വേണം കൊടുക്കാം. അത് വരാൻ എന്തിനാണ് അത് ആനിമലിനെ തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടാ. കഴിഞ്ഞ പ്രാവശ്യം കരടീനെയും പുലിനെ തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് പുലിയല്ല കരടി പറഞ്ഞ, പുലി പറഞ്ഞു, കരടിയും പറഞ്ഞു. നല്ല സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ. നല്ല ആളല്ലേ അടുത്ത KSRTC പറഞ്ഞാല് ഈ സ്റ്റേര് ടൂറിസത്തിന്റെ വേറെ തന്നെ സംഭവം, ഒരു ബിൽഡിങ്ങും അതിന്റെ കാര്യമല്ലോ. ഇനി അവര് ലീസിന് കൊടുത്താന്ന് അറിയില്ല. ചിലപ്പായിരിക്കും. മറ്റേ ആ ചായക്കട, അതായത് KSRTC ബസ്സിൽ ഉണ്ടായ ചായക്കട ഇല്ലേ, അത് അവര് ലീസിന് കൊടുത്തു. അതേപോലെ ഇതും അങ്ങനെയാന്ന് അറിയില്ല. പട്ടി കടിക്കോ, ഒരു ഒരുത്തം വയ്യ വരുന്നുണ്ട്. വിഷയം അങ്ങനെയാണ് അവസ്ഥ. എന്ത് വന്നാലും നേരിടണം. പട്ടി കടിക്കാൻ വന്നാലും ഉപ്പിട്ട് അടിക്കും ഞാൻ. ബാഗ് എടുത്ത് വീശിയാൽ മതി. യൂട്യൂബ് ട്യൂട്ടോറിയൽ ബാഗ് എടുത്ത് വീശിയാൽ മതി. അത് അപ്പുറത്തെ വീട്ടിൽ വേറെ പട്ടി ഉണ്ടാവുകൊണ്ട് അവൻ ഒച്ചയാക്കിയ ഒന്ന് പേടിപ്പിച്ചേ. ഉണ്ടാണ്ട് നിക്കണം. എത്തി നമ്മളെ ടൗൺ എത്തി. ആ ടൗൺ ഇവിടെ ഒരു കള്ളി ഷാപ്പ് ഉണ്ട്. അവിടെ നല്ല വില്ല പോലെ കള്ളി ഷാപ്പ്. ബസ് ഇപ്പം വരും. നിഗ്മന ശരിയാണെങ്കിൽ ബസ് വരാനുള്ള ടൈമായി. അതെ, ബസ് കയറട്ടെ. ഓക്കെ, ബസ്സിന് കാത്തിക്കനി അല്ലേ? ഓക്കെ, അങ്ങനെ ബസ് കയറി. ഇനി നേരെ പയ്യന്നൂരേക്ക്. പയ്യന്നൂരേക്കില് ബസ്സിന് കയറി കിട്ടിയാലേ 12:30 കിട്ടുന്നത്. ഇടത്ത് മഴ പറഞ്ഞു 12 മണിക്കാണ് നമ്മളെ ബസ് സ്റ്റാൻഡിൽ പയ്യന്നൂരേക്ക് വിടല്ലേ. അപ്പോൾ ഓക്കെ.